ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുനന്ദയുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ. അടുത്ത ദിവസം സുനന്ദ വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. വീട്ടിലെല്ലാവരും കൂടി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സുനന്ദയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ലളിതയും ധനശേഖരനും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലളിത ജ്യൂസൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുനന്ദയോട് കുടിക്കാൻ പറയുമ്പോൾ സുനന്ദ വേണ്ടാന്ന് പറയാണ്. അവൾ ആ സമയത്ത് പറയുന്നത് എനിക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരണം എന്ന് പറയുമ്പോൾ ഇവരെങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭാസ്കര മാമന്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം, യാത്ര പറയാനാണെന്ന് പറയാട്ടോ. അപ്പോൾ എല്ലാവരും എതിർത്തു. ആദ്യം നമ്മളെ അച്ഛനും അമ്മയൊക്കെ എതിർത്തെങ്കിലും അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും പോയിക്കോട്ടെ, യാത്ര പറഞ്ഞു വന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുടുംബങ്ങൾ തമ്മിലല്ലേ പ്രശ്നം, അത് കുട്ടികൾക്കൊന്നും ബാധിക്കില്ല, അവര് നല്ലപോലെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് യാത്ര പറയട്ടെ, അതല്ലേ നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുനന്ദയ്ക്ക് സന്തോഷമായിട്ടോ. ഭർത്താവ് തന്നെ പോവാൻ വേണ്ടിയിട്ടുള്ള അനുമതി തന്നല്ലോ. അങ്ങനെ പോവാൻ വേണ്ടി പുറത്തിറങ്ങിയ സുനന്ദയെ അമ്മ വന്നിട്ട് തടയുന്നുണ്ട്. ധനശേഖരൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പോയി പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ വന്നിട്ട് നീ എന്തിനുള്ള പുറപ്പാടാ, ഇത്രയും കാലം നിനക്ക് ചെയ്ത് കൂട്ടിയൊന്നും മതിയായില്ലേ, ഇപ്പം നീ ഒരു ഭാര്യയാണ്, അത് നീ മറന്നു പോയോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് അമ്മ വിചാരിക്കുന്നത് പോലെയല്ല സുഭാഷ് ഏട്ടൻ, അമ്മ വിചാരിക്കുന്ന അത്രയൊന്നും കടുത്ത മനസ്സ് സുഭാഷ് ഏട്ടനില്ല. നിങ്ങളെക്കാളും എന്നെക്കാളും ബോധ്യം ഇപ്പം സുഭാഷ് ഏട്ടൻ ഉണ്ടായിരിക്കും ഞാനൊരു മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ളത്. ഞാൻ ഈ യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്, അല്ല അമ്മ വിചാരിക്കുന്നത് പോലെ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. ഇന്നലെ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് ധൈര്യം കുറച്ച് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുമായിരുന്നോ. ഇന്നലെ ചെയ്യാത്ത കാര്യം പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നത്. സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ജന്മം ഒന്നും മതിയാവില്ല എന്നൊക്കെ സുനന്ദ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയെ ധിക്കരിച്ച് സുനന്ദ പോവാണ്. എൻ്റെ ഭർത്താവിൻ്റെ സമ്മതം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം ഇനി എനിക്കൊരു സമ്മതം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. എപ്പോഴും കയറി ചെല്ലുന്നത് പോലെ തന്നെ പിൻവാതിലൂടെയാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ സുഭാഷ് ഏട്ടൻ പണിത്തിരക്കിലായിരിക്കും. ആദ്യം കണ്ടപ്പോൾ സുനന്ദയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടും, കാരണം കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ, എന്താ ഈ സമയത്തെന്ന് വിചാരിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇനി അവളെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ സുഭാഷ് ഏട്ടനോട് യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഞങ്ങൾ നാളെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വിടണം എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്. സുനന്ദയും പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് നീക്ക് എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്, നീ സന്തോഷത്തോടെയും സുഖത്തോടു കൂടിയിട്ട് ജീവിക്കുന്നത് എനിക്ക് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയണം, ഞാൻ പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ കേൾക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഒരു കല്യാണം കഴിക്കണം എത്രയും പെട്ടെന്ന്, എന്നിട്ട് ഞാൻ കേൾക്കണം സുഭാഷ് ഏട്ടൻ ആ പെൺകുട്ടിയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് എനിക്ക് കേൾക്കാൻ പറ്റണം, എന്നാലേ എനിക്ക് പോയെടുത്തൊരു സമാധാനം ഉണ്ടാവുള്ളൂ, അതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത് നികേഷ് പുറത്തുനിന്ന് കോളേജ് വിട്ട് വരുമ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് അവരുടെ അടുത്തേക്ക് പോവാതെ നേരെ സുധീഷിനും അതുപോലെ തന്നെ ഹരീഷിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ ദേഷ്യം വരികയാണ്, ഇത്രയൊക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്തിനാ അവൾ വീണ്ടും വന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേന്ന്. അപ്പം നിധി പറയുന്നുണ്ട് അതിനെന്താ, അവൾ ചിലപ്പോൾ യാത്ര ചോദിക്കാൻ വന്നതാണെങ്കിലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ എടുക്കുന്നത്, അതൊക്കെ നല്ല കാര്യമല്ലേ, അല്ലാതെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വേറെ എന്തിനു വരുന്നതാ, ഒറ്റയ്ക്ക് എന്തിനാ വന്നതെന്നൊക്കെയാണ് സുധീഷ് ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞവർ ഒറ്റയ്ക്കല്ലാതെ എപ്പോഴും ഭർത്താവിനെ കൂട്ടി തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് കേട്ടോ. നികേഷിനാണെങ്കിലും ഹരീഷിനാണെങ്കിലും എല്ലാവർക്കും ദേഷ്യം വന്നിട്ടുണ്ട്. നമ്മളെ സുനന്ദ വീണ്ടും ഇങ്ങോട്ട് കയറി ചെന്ന് ഇനി എങ്ങാനും കൂടുതൽ പ്രശ്നങ്ങളാവോ, ലളിതയും അതുപോലെ തന്നെ ധനശേഖരനൊക്കെ അറിഞ്ഞാൽ ഇത് പ്രശ്നമാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് ദേഷ്യം വന്നത്. പക്ഷേ സുനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സുഭാഷേട്ടൻ്റെ അടുത്ത്, ഇത്തവണ ഞാൻ എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഭർത്താവ് വരെ എന്നോട് ഇങ്ങോട്ട് വരാനും യാത്ര പറയാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടന് ഒരുപാട് നിന്നപ്പോൾ ഇമോഷണൽ ആവുമെന്ന് തോന്നിയപ്പോൾ സുഭാഷ് ഏട്ടൻ നീ പോയിക്കോ, അവർ നിന്നെ തിരക്കും, ഇനി ഇങ്ങോട്ട് കയറി വരുന്നതിനെക്കാട്ടി നല്ലതല്ലേ നീ അങ്ങോട്ട് പോകുന്നത്, പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനമായിട്ട് സുനന്ദ എനിക്കൊരു കാര്യം കൂടി പറയണം, ഞാൻ അശ്വിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് അവരിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വരും, അശ്വിനെ ഞാൻ ഇവിടെയൊക്കെ കാണിക്കും, സുഭാഷ് ഏട്ടനെ കാണിക്കണം, എനിക്ക് ഈ അടുക്കള കാണിക്കണം, ഒക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴാണ് വരേണ്ടത്, വൈകുന്നേരം വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ രാത്രി ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുനന്ദ ഈ അടുക്കളയും പിൻവാതിലൂടെയുള്ള വരവൊന്നും ഇനി ഒരിക്കലും ഈ എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല, എന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നാളെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ദുബായിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിനി കാണില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇമോഷണൽ ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
പക്ഷേ സുഭാഷ് ഏട്ടൻ അതിന് അനുവദിക്കുന്നില്ല. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വിഷയം മാറ്റിക്കൊണ്ട് നമ്മളെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് പക്വതയോട് കൂടി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലൊരു പിടച്ചിലുണ്ടെന്നുണ്ടെങ്കിലും സുനന്ദയുടെ മുന്നിൽ അതൊന്നും കാണിക്കാതെ നിൽക്കാനാണ് സുഭാഷ് ഏട്ടൻ ശ്രമിക്കുന്നത് ട്ടോ. അങ്ങനെ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് രാത്രി അശ്വിനിയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്നൊക്കെ സമ്മതിച്ച് നമ്മളെ സുനന്ദ അവിടുന്ന് പോവുകയാണ്. പോവാൻ നേരത്ത് സുനന്ദ ഒന്നും കൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് സുഭാഷ് ഏട്ടൻ്റെ ഹൃദയത്തിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ട്ടോ. കാരണം ഇനി ഒരിക്കലും സുനന്ദയെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് സുനന്ദയ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും ഉണ്ട്. എന്തായാലും ദുബായിലേക്കൊക്കെ പോയി അവിടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചിട്ടാണ് സുഭാഷ് ഏട്ടൻ നമ്മളെ സുനന്ദയെ അയക്കുന്നത്. സുനന്ദ തിരിച്ചും ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് കേൾക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. എന്തായാലും അവളുടെ ഭാവി ജീവിതത്തിൽ അവൾ സുരക്ഷയും സന്തോഷവതിയും ആയിരിക്കട്ടെ എന്ന് നമുക്കും വിചാരിക്കാം. അങ്ങനെ നമ്മളെ സുനന്ദ അശ്വിനിയും കൂട്ടി വിരുന്ന് വരുന്നതും ഇനി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.